നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പ്രശസ്തമായ നിലമ്പൂരിലാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ തേക്ക് മ്യൂസിയത്തിലെ വിശേഷങ്ങൾ നമുക്ക് കണ്ടുനോക്കാം. 1995 കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ KFRI ആണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. വെറുമൊരു മരം എന്നതിലുപരി തേക്ക് എങ്ങനെയാണ് മനുഷ്യചരിത്രവുമായും സമ്പദ്വ്യവസ്ഥയുമായും പ്രകൃതിയുമായും ഇഴചേർന്ന് കിടക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഇതിലും മികച്ചൊരു സ്ഥലമില്ല. വിദ്യാർത്ഥികൾക്കും പ്രകൃതി സ്നേഹികൾക്കും ഇതൊരു വിജ്ഞാന സാഗരമാണ്. നിലമ്പൂർ ടൗണിൽ നിന്നും വെറും 4 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ചരിത്രമുറ്റത്തേക്ക് നമുക്കൊന്ന് നടക്കാം. അവിടെ നമ്മെ വരവേൽക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രമാണ്. നിലമ്പൂർ തേക്ക് ലോകപ്രശസ്തമാകാൻ കാരണം അതിൻ്റെ ഗുണനിലവാരം മാത്രമല്ല, അതിനു പിന്നിലെ ആസൂത്രിതമായ വനവൽക്കരണവുമാണ്. 1840കളിൽ മലബാർ കളക്ടറായിരുന്ന HV കെനോലിയാണ് ലോകത്തിലെ ആദ്യത്തെ തേക്ക് തോട്ടം നിലമ്പൂരിൽ ആരംഭിക്കാൻ മുൻകൈയെടുത്തത്. എന്നാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കിയത് ചാത്തുമേനോൻ എന്ന മലയാളി ഫോറസ്റ്റ് ഓഫീസറാണ്. വിത്തുകൾ പാകി മുളപ്പിക്കാൻ നേരിട്ട ബുദ്ധിമുട്ടുകളും പിന്നീടവർ കണ്ടെത്തിയ ശാസ്ത്രീയ രീതികളും ഇവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മ്യൂസിയത്തിൽ നിന്നും കുറച്ചകലെ സ്ഥിതി ചെയ്യുന്ന കനോലി പ്ലോട്ട് ഇവരുടെ ഓർമ്മയ്ക്കായി ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. തേക്ക് കൃഷിയുടെ ശാസ്ത്രീയമായ തുടക്കം ഇവിടെ നിന്നാണെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. മ്യൂസിയത്തിൻ്റെ താഴത്തെ നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമെന്ന് പറയുന്നത് 480 വർഷം പഴക്കമുള്ള ഒരു കൂറ്റൻ തേക്കുമരത്തിൻ്റെ വേരുകളാണ്. മണ്ണിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുക്കാൻ പ്രകൃതി നൽകിയ ഈ വലിയ വേരുപടലം കണ്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകും. അതോടൊപ്പം തന്നെ തേക്കിൻ്റെ വിത്തു മുതൽ പൂർണ്ണ വളർച്ചയെത്തിയ മരം വരെയുള്ള ജീവചക്രം ഇവിടെ വളരെ ശാസ്ത്രീയമായി വിശദീകരിക്കുന്നുണ്ട്. മികച്ച തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വിത്തുകൾ എങ്ങനെ തെരഞ്ഞെടുക്കുന്നു എന്നിവിടെ കാണാം. ടിഷ്യൂ കൾച്ചർ പോലുള്ള ആധുനിക കൃഷിരീതികളിലൂടെ കൂടുതൽ മികച്ച തേക്ക് തൈകൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നതിൻ്റെ ലളിതമായ വിവരണങ്ങളും ചിത്രങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബോട്ടണി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു തത്സമയ ക്ലാസ് മുറി തന്നെയാണ്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. ഹ്യൂമൻ തേക്കിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതിൻ്റെ ചരിത്രമാണ് ഇവിടെയുള്ളത്. പണ്ടുകാലത്ത് തടി വെട്ടാനും കൊണ്ടുപോകാനും ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിലമ്പൂർ തേക്കിന് ലോകവിപണിയിൽ, പ്രത്യേകിച്ച് കപ്പൽ നിർമ്മാണത്തിലുണ്ടായിരുന്ന ഡിമാൻഡ് എത്രത്തോളമാണെന്ന് ഈ മാതൃകകൾ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ ഈ നിലയുടെ ഏറ്റവും വലിയ എഡ്യൂക്കേഷണൽ വശം മറ്റൊന്നാണ്. തേക്കിനെ ബാധിക്കുന്ന രോഗങ്ങളും കീടങ്ങളും എന്തെല്ലാമാണെന്നും അവ തടിയുടെ ഗുണനിലവാരത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും മൈക്രോസ്കോപ്പിക് ചിത്രങ്ങളുടെ സഹായത്തോടെ ഇവിടെ വിശദീകരിക്കുന്നു. ഒരു മരത്തെ സംരക്ഷിക്കുക എന്നത് എത്രമാത്രം ശാസ്ത്രീയമായ ഇടപെടൽ ആവശ്യമുള്ള കാര്യമാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. മ്യൂസിയം കണ്ടിറങ്ങിയാൽ ഈ യാത്ര അവസാനിക്കുന്നില്ല. ഈ ക്യാമ്പസിനു ചുറ്റുമായി ബയോ റിസോഴ്സസ് നേച്ചർ ട്രെയിൽ എന്നു പേരുള്ള 800 മീറ്റർ നീളമുള്ള ഒരു നടപ്പാതയുണ്ട്. പശ്ചിമഘട്ടത്തിൽ കണ്ടുവരുന്ന വിവിധ ഇനം മരങ്ങൾ, ഔഷധ സസ്യങ്ങൾ, മുളങ്കൂട്ടങ്ങൾ എന്നിവ ഈ പാതയുടെ ഇരുവശങ്ങളിലുമായുണ്ട്. ഇവിടത്തെ ബട്ടർഫ്ലൈ പാർക്ക് മറ്റൊരു വിസ്മയമാണ്. ശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികൾ നട്ടുപിടിപ്പിച്ച് ഒരു മികച്ച ഈക്കോസിസ്റ്റം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നു. പ്രകൃതിയുമായി സംവദിക്കാനും കണ്ടും കേട്ടും പഠിക്കാനും ഇതിലും ശാന്തമായൊരു അന്തരീക്ഷം വേറെയില്ല. മ്യൂസിയത്തിന് പുറത്തുള്ള മനോഹരമായ പൂന്തോട്ടം ഈ കാഴ്ചകൾക്ക് മാറ്റുകൂട്ടുന്ന ഒന്നാണ്. വൈവിധ്യമാർന്ന ചെടികളും ആകർഷകമായ ലാൻഡ്സ്കേപ്പിംഗും നിറഞ്ഞ ഈ പൂന്തോട്ടം സന്ദർശകർക്ക് വലിയൊരു ദൃശ്യവിരുന്നാണ് സമ്മാനിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലൂടെയുള്ള ഈ യാത്ര നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിലെ ആദ്യത്തേത് എന്നതിലുപരി ഇത് നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഒരു മരം വെറും തടിയല്ല, അതൊരു ചരിത്രമാണ്, സംസ്കാരമാണ്, ശാസ്ത്രമാണ്. സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും തീർച്ചയായും കുട്ടികളെ കൊണ്ടുവരേണ്ട ഒരു ഇടമാണിത്.
പ്രകൃതിയെ അറിഞ്ഞു വളരാൻ ഈ കാഴ്ചകൾ അവരെ സഹായിക്കും. അടുത്ത തവണ നിലമ്പൂർ വഴി കടന്നുപോകുമ്പോൾ ഈ അറിവിന്റെ കലവര സന്ദർശിക്കാൻ മറക്കരുത്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.